വെൽക്കം ടു LR ബ്ലോഗ്സ് ടെക് ട്രാവലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ അക്സസിബിലിറ്റി അവറേജ് റൈഡിൻ്റെ 6ാമത്തെ ദിവസമാണ്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഷിപ്പാണ്. ഇത് സാധാ ഷിപ്പല്ല, ഇത് ഒരു മുങ്ങിക്കപ്പലാണ്. ഈ കപ്പലിൻ്റെ പേരാണ് INS കുർസറ. ഇത് ഇന്ത്യയിലെ വൺ ആൻഡ് ഓൺലി സബ്മറൈൻ മ്യൂസിയമാണ്. വിശാഖപട്ടണത്തുള്ള RK ബീച്ചിലാണ് ഈ ഷിപ്പ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 1971 ഇന്ത്യ പാക് വാറിൽ പങ്കെടുത്തിട്ടുള്ള ഷിപ്പാണിത്. 1969 റഷ്യയിലാണ് ഷിപ്പ് നിർമ്മിച്ചത്. പിന്നെ ഇത് ഡീകമ്മീഷൻ ചെയ്ത് 2001 2002 ഇത് മ്യൂസിയമായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ആ കാലഘട്ടത്തിൽ സമുദ്രത്തിൽ ഇവരെങ്ങനെയാണ് ജീവിച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്റ്റാച്ചു ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നെ ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ 1969 നിർമ്മിച്ച ഷിപ്പാണെങ്കിൽ പോലും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി ഭയങ്കരമാണ്. നമുക്ക് കാണാം, ഇതിൻ്റെ ഓരോ ഇത് നമ്മൾ തന്നെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഓരോരോ വയറിങ് ആണെങ്കിലും, ഞാനൊരു ടെക്നീഷ്യനാണ്, എന്നിട്ട് പോലും നമുക്കറിയാൻ പറ്റും ഇതിനകത്ത് അപ്പം എത്രയും നല്ല ടെക്നിക്കലായിട്ട് ഒരാൾക്ക് മാത്രമേ ഇത് നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒന്നും നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് ഏകദേശം സമുദ്രത്തിൻ്റെ അടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വെരി ഹൈ ഫ്രീക്വൻസി റേഡിയോ ആണ് ഷിപ്പിൽ ഉപയോഗിക്കുന്നത്. ഇത്രയും ചെറിയ സ്പേസിലാണ് അവർ കിടന്നിരുന്നത്. ശത്രുക്കളെ തകർക്കാനും ശത്രുക്കളെ പേടിപ്പെടുത്താനുമാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നിമിഷ നേരം കൊണ്ട് ഈ മിസൈലുകൾ ശത്രുക്കളെ തകർത്ത് തരിപ്പണമാക്കും. അത്രയ്ക്ക് ഫാസ്റ്റായിട്ടുള്ള മിസൈലുകളാണ് ഇതിനകത്ത് മെയിൻലി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ടെക്നോളജിയൊക്കെ ഭയങ്കരമാണ്. 1969 നിർമ്മിച്ചെങ്കിലും ഇതിൻ്റെ ടെക്നോളജിയൊക്കെ ഭയങ്കരമാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇത് അടുക്കളയാണ്. അടുക്കളയിൽ കുക്കിങ്ങൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം ഇതിൻ്റെ വയറിങ്ങും സ്വിച്ചുകളും എല്ലാം വളരെയധികം വ്യത്യാസമാണ്. ഇത് നമ്മൾ കാർബൺ മോണോക്സൈഡിൻ്റെ ഒരു സംഭവമാണ്, കിറ്റാണ് ഇരിക്കുന്നത് കണ്ടത്. ഈ ഷിപ്പിൽ 77 ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത്. അതിൽ 8 പേര് ഓഫീസേഴ്സും 69 പേര് സെയിലേഴ്സുമായിരുന്നു. കപ്പലിൻ്റെ ഉൾവശം 7 കമ്പാർട്ട്മെൻ്റായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓരോ കമ്പാർട്ട്മെൻറ്റിലും പ്രത്യേകം ജോലികളാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. 10 അടി വീതിയുള്ള ചെറിയ മുറികളാണ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലിരുന്നാണ് അവർ ജോലി ചെയ്തിരുന്നത് ആ കാലഘട്ടങ്ങളിൽ. ഇവർ നാട്ടിലെത്തുന്നതുവരെ 77 പേരും ഈ ഷിപ്പിലാണ് ജോലി ചെയ്തിരുന്നത്. ഈ ഷിപ്പിനൊന്നും അങ്ങനെ വാതിൽ വരുന്നതല്ല, നമ്മൾ മ്യൂസിയത്തിന് വെച്ചത് കൊണ്ട് മാത്രമാണ് വാതിൽ വന്നിരിക്കുന്നത്. ഇതുകൂടാതെ ഇനി 3 എയർക്രാഫ്റ്റിൻ്റെ മ്യൂസിയം കൂടെ ഉണ്ട്. ടിക്കറ്റിൻ്റെ വില 200 രൂപയാണ്. 200 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ 3 മ്യൂസിയത്തിലേക്ക് കയറാം. ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഈ 3 മ്യൂസിയം കാണിക്കുന്നതായിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും മാക്സിമം ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.